ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ പവി കെയർടേക്കറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി ആക്ടിവിറ്റി ഏരിയയിലെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇടത്തേക്കാണ്, അതായത് ആ സ്ഥലത്തേക്കാണ് ദിലീപ് വന്നതിന് ശേഷം മൂവിയുടെ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിച്ചു. നമ്മുടെ ജിൻഡപ്പന് മല്ലയ്ക്ക് കൈയൊക്കെ കൊടുത്തു. ശേഷം നമ്മുടെ സായിനോട്, സീക്രട്ട് ഏജൻറ്റിനോട് ഇതെന്ത് പറ്റിയതാണ്, തലയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായി ചെയ്തതാണ് എന്ന് സായി പറയുന്നു. അപ്പോൾ ദിലീപ് പറയുന്നത് അതല്ലാതെ ഇവിടെ നിൽക്കുന്ന പ്രഷറിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതൊക്കെ രസകരമായി തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നീടുള്ളൊരു ഹിൻ്റ് എന്ന് പറയുന്നത്, അതായത് പ്രണയം തോന്നിയാൽ അത് തുറന്ന് പറയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ജാസ്മിനോടും ഗബ്രിക്കിട്ടും ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം. ശ്രീധുവിനും അർജുനും ഇവരുടെ കോംബോയും ലവ് കോംബോ പുറത്ത് വൻ ഹിറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുപക്ഷെ അത് അവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു ഹിൻറ്റും നമ്മുടെ സായിനോട് ഈ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൂവിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. 50 ദിവസം എൻ്റെ മൂവി റണ്ണാവണം എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 100 കോടി അടിക്കട്ടെ എന്ന് മത്സരാർത്ഥികൾ പറഞ്ഞപ്പോൾ 100 കോടിയൊന്നും അടിക്കണ്ട, എങ്ങനെയെങ്കിലും ഒരു 50 കോടിയെങ്കിലും അടിച്ചാൽ മതി എന്നൊക്കെ ദിലീപ് അവിടെ തമാശ രൂപേണയൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു പ്രഷറിനിടയിലും, അതായത് നമുക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മൈൻഡ് റിലീഫായിട്ടുള്ള വ്യക്തികളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു ഉന്മേഷം തന്നെയാണ്. അതവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സാധിക്കും. എന്തായാലും ദിലീപ് നല്ല രസത്തോടു കൂടി മത്സരാർത്ഥികളോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. അൻസിബയൊക്കെ പറഞ്ഞിരുന്നു, ദിലീപേട്ടൻ്റെ ഒരു മൂവി കണ്ടാൽ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നിക്കുന്ന വിധത്തിലുള്ള മൂവീസാണ് ദിലീപേട്ടൻ്റെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ 1-2 ഹിൻറ്റുകളൊക്കെ ദിലീപ് കൊടുത്തതിന് ശേഷം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഫുഡിൻ്റെ പേരിലുള്ള രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു വഴക്ക്, അതിനെപ്പറ്റിയും ദിലീപ് പറഞ്ഞിരുന്നു.